അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മുടെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷനുകൾ വായിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അസ്വദുൽ അൻസി കൊല്ലപ്പെട്ട യുദ്ധം ഏത് യുദ്ധമാണ്? യമാമ. ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് 4 ഖലീഫമാർക്കാണ്. 4. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മുകൾ. 5. ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കനആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈം. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. യോജിച്ചവ ചേർക്കാം. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത് അതായത് പ്രായം എഴുതാനാണ്, ഭരണകാലം എഴുതാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത് 2 വർഷവും 3 മാസവും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ 10.5 വർഷം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേത് 12 വർഷം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 വർഷവും 9 മാസവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരും. ഓക്കെ, മൂന്നാമത്തേത് പൂർത്തിയാക്കാം. ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ്? അവരുടെ ക്ഷമയും സഹനവുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമ ആയിരുന്നു. 3. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആകുന്നു. 950 വർഷക്കാലം പ്രബോധനം ചെയ്ത നബി നൂഹ് നബി അലൈഹിസ്സലാം. അടുത്തത് 4. ഉത്തരം എഴുതാം. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലം ഏത് മുതൽ ഏത് വരെയായിരുന്നു? ഹിജ്റ 11 മുതൽ 40 വരെ. 2. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികളായവർ ആരെല്ലാം? ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ. 3. അധികാരമേറ്റു ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. 4. അഗ്നി പരീക്ഷണം നേരിടുന്ന പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 5. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ മദീനയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരെല്ലാം? ഹബീബത്ത് ബിൻത് സെയ്ദ്, അസ്മാ ബിൻത് ഉമൈസ്. മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവരാരൊക്കെയാണ്? കമൻറ്റ് ചെയ്യൂട്ടോ. അഞ്ചാമത്തെ പ്രവർത്തനം, തെറ്റ് ശരിയാക്കി എഴുതാം. ഉലുൽ അസ്മുകൾ 7 ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഉലുൽ അസ്മുകൾ 5 ആണ്. സ്വന്തം മകനെ അറക്കാനുള്ള കൽപ്പന നേരിട്ടേണ്ടി വന്നത് പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനാണ്. സ്വന്തം മകനെ അറക്കാനുള്ള കൽപ്പന നേരിട്ട് വന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 3. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഖാലിദ് ബിൻ വലീദും കൂടി എഴുതി കൊടുക്കണം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് 8 സ്വഹാബിമാരാണോ? അല്ല, അവിടെ 10 സ്വഹാബിമാർ. നിങ്ങൾ മൊത്തം എഴുതണം കേട്ടോ. 5. ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങി 8 അടിമകളെ വില കൊടുത്തു വാങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. എത്രയാണ്? 7 അടിമകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.